ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച KPCC ജാഥയുടെ ഈ രാധാകൃഷ്ണൻ അവർ ഉയർത്തിച്ചേർന്നുള്ള ഈ ജാഥ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ മാറ്റത്തിന്റെ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒന്നാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ, ആ നയങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ അന്നത്തെ ദേവസ്വം കമ്മീഷണറായ വാസുവിന് ഒരു കത്തെഴുതി. കത്ത് ഇത്രയുള്ളൂ: ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ മെയിന്റനൻസ് നടത്തണം. ഇതായിരുന്നു കത്ത്. കത്ത് വാസു ഇങ്ങനെ വായിച്ചു. എന്നിട്ട് വാസു ഈ കത്ത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്തു. ഫോർവേഡ് ചെയ്തപ്പോ CTU രാധാകൃഷ്ണൻ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജനീഷ്, ജീവിതം മുഴുവൻ ദുരിതപൂർണമാക്കി മാറ്റിയ ഒരു സർക്കാർ. അടുത്ത മാസം പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, അധികാരത്തോട് സലാമാണ്. അറിയില്ലേ? പക്ഷെ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് UDF തരുന്ന വാക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്ന വാക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള ഒരു കേരളം. ഒരു കൊടുങ്ങല്ലൂരിൽ നിന്നൊരു UDF MLA ഉണ്ടാവുമ്പോൾ ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരാം. വാക്കാണ്.